ഹലോ, അസ്സലാമു അലൈക്കും. വെള്ളരിക്ക പകുതി മുറിച്ച് വെച്ചാണ്. വെള്ളരിക്ക തോൽ ചെത്തട്ടെ കേട്ടോ. കുറച്ച് തോൽ ചെത്തി ആക്കി ചെത്തിയിട്ട് കാട്ടിത്തരാം. നമ്മളെ വെള്ളരിക്ക തോലൊക്കെ ചെത്തി കൈകൊണ്ട് വയ്യട്ടോ. കൈക്ക് ചെറിയൊരു ചതവുണ്ട്. ബാക്കി അപ്പം ഇത് പീസാക്കട്ടെ കേട്ടോ. എന്താ കുറച്ചൊക്കെ പീസാക്കി എടുക്കുകയാണ്. നമ്മൾ ഇത് മൊത്തമായിട്ട് വെള്ളരിക്ക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴുകി കുക്കർക്കിടട്ടെ. നമ്മളിത് കഴുകിയിട്ട് കുക്കർക്കിട്ടോ. കുക്കർക്കിട്ട് ഇനി പച്ചമുളക് കീറിയിടണം. പച്ചമുളക് കീറിയത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് ഉപ്പ് ഇടുക. ഉണ്ടാവില്ല ഇത്തിരി ഉള്ളി ഇടുക. പിന്നെ വേകുമ്പോൾ സപ്പിട്ടാൽ അതിലേക്ക് പൊടിച്ചോളി. 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടോ. ഈ പച്ചമുളക് കീറിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. കുറേ വെള്ളം ഒഴിക്കണ്ട. ഒരു 1.5 ഗ്ലാസ്. എന്നാൽ അല്ലെങ്കിൽ സറായിക്കും. ഇങ്ങനെ വെള്ളം അയക്കും. വെള്ളം ആവാതിരിക്കാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പച്ചമുളക് കീറിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് അതിലേറെ ഒഴിച്ചില്ല. 1.5 ഗ്ലാസ് ഇതിന് വെള്ളവും ഇത് സാമായി നിൽക്കണ കുഴപ്പമില്ല. എന്നിട്ട് ഇനി ഇത് കുക്കറിലിട്ടൊരു 3 വിസിലെടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങ അരക്കാട്ടേക്ക് തേങ്ങ ചേർക്കണട്ടെ. നമ്മൾ തേങ്ങ ചേരട്ടി ഞേക്കത് ചെറിയ ഉള്ളിയും പെരിഞ്ചീരകം കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളരിക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളക് കൂട്ടി വെന്ത് ചിലർക്ക് ചിലർക്ക് ഒടിഞ്ഞ ഒരു കുറന്നേരം ടൈറ്റായിരിക്കും. ഇപ്പോൾ കിടന്ന് നമ്മളെ തേങ്ങ അരച്ച് ഒഴിക്കട്ടെ. തേങ്ങ തല ഭസ്മയായിട്ടുണ്ട്. വെള്ളമാക്കിയില്ല. വെള്ളമാക്കിയത് വെള്ളം ആവശ്യത്തിന് നമ്മൾ കൂട്ടി അതിക്കാക്കിയത്. അല്ലെങ്കിൽ അങ്ങനെ സർസാറായ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല കറി. വെള്ളരിക്ക തേങ്ങ കരച്ച് പെട്ടെന്ന് റെഡി ആയിട്ടത്. ആ അടുപ്പത്ത് ചിന്നിതൊന്ന് തിളപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചാൽ പെട്ടെന്ന് കേട് വരും. ഒന്നൊന്ന് തുള്ളിയാൽ ഓഫാകിനെ കടും കരിയപ്പിട്ടിട്ട് വറവിട്ട നമ്മളെ വെള്ളരിക്ക കറി റെഡി. നമ്മൾ കടുകും കറിയപ്പിട്ടിട്ട് വറവിടും. അങ്ങനെ നമ്മൾ വെള്ളരിക്ക കറി റെഡി ആയിട്ട് ക്ലിയർ ആക്കണം. വെള്ളരിക്കറി റെഡി.